ഹായ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ കയറി തുടങ്ങി. അപ്പോൾ ഇനി ലഞ്ച് ബോക്സിലേക്ക് എന്താ, ഒരു ടൊമാറ്റോ റൈസ് ആയാലോ. അതിലേക്ക് ഒരു കടായി എടുത്ത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ഒരു വലിയ സൈസ് സവാള, അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും 2 മീഡിയം സൈസ് തക്കാളിയുടെ അളവ് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ചെറിയ 3 തക്കാളി ഇത് ചെറുതായിട്ട് അരിഞ്ഞെന്ന് വെച്ചാൽ വേഗം വഴണ്ടി കിട്ടും, അത്രയേ ഉള്ളൂ. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് മൂടി വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരയ്ക്കും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, ഗരം മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് ഞാനിന്ന് 2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം 1 കപ്പ് ബാസ്മതി റൈസ്, അത് ഞാൻ അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് ഇതിലേക്കിട്ട് ഒരുപാട് നല്ല ജെൻറ്റിലായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക, മീഡിയം ഫ്ലെയിമിൽ. അതിൽ ഏകദേശം ഒരു 10 നിന്ന് 15 മിനിറ്റ് എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബൂന്തി റൈത്ത ഉണ്ടാക്കാം. ഇതിലേക്ക് 2 കപ്പ് തൈരിൽ ആവശ്യത്തിന് ബൂന്തിയും പച്ചമുളകും ഉപ്പും മല്ലിയിലയും ചേർത്തിട്ട് റോസ്റ്റഡ് ജീര പൗഡർ അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. കഴിഞ്ഞ പരിപാടി, ബൂന്തി റൈത്ത റെഡിയായി. ആ സമയത്തിനുള്ളിൽ നമുക്കിവിടെ റൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ 5 മിനിറ്റത്തേക്ക് മൂടി തന്നെ വെച്ചിരിക്കുക, നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ജെൻറ്റിലായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കഴിഞ്ഞ പരിപാടി. ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, ഏത് റൈസ് ആയാലും മതിയാവും.